ഗൈസ്, ഒടുവിൽ നമ്മുടെ പാണ്ഡയുടെയും കുഞ്ഞിപ്പെണ്ണിന്റെയും അമ്മയെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാനായി പോവുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് അവളെ നമ്മൾ കുളിപ്പിച്ച് നല്ല സുന്ദരി കുട്ടിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇന്ന് രാത്രി 8 മണിയോടെയാണ് ഇവളെ കൊണ്ട് ക്ലിനിക്കിൽ എത്താനുള്ളത്. എന്തായാലും സമയം ഒരു 7:30 ആയപ്പോഴേക്കും ഇവളെ എടുത്ത് നമ്മൾ കാറിൽ കയറ്റി നേരെ ക്ലിനിക്കിലേക്ക് വിട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവളെ നമ്മൾ കാറിൽ കൊണ്ട് പോകുന്നെങ്കിലും അതിന്റെ ഒരു ബഹളവും ഇവൾ കാട്ടുന്നില്ല കേട്ടോ. വർക്കലയിലുള്ള ഡോക്ടർ ടെയിൽസ് എന്ന വെറ്റിനറി ക്ലിനിക്കിലാണ് നമ്മൾ ഇവളുടെ സർജറി ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാക്സിനേഷൻ ആയിട്ട് വന്ന ഒരു പാവം ലാബിനെ കണ്ട് പേടിച്ച ഇവളെ പൊക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ ക്ലിനിക്കിലേക്ക് കയറി ചെല്ലേണ്ടി വന്നത്. എന്തായാലും ചെന്നുടനെ വെയിറ്റ് എടുത്ത ശേഷം ഇവൾ പ്രഗ്നന്റ് ആണോ എന്ന് 2 ഡോക്ടർമാരും മാറിയും തിരിഞ്ഞും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ശേഷം അല്ലെന്ന് കണ്ടപ്പോ അടുത്ത സ്റ്റെപ്പായി ഇവൾക്ക് അനസ്തേഷ്യ കൊടുത്തു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവളുടെ ബോധം പോയി താഴെ വീണിട്ടുണ്ട് കേട്ടോ. ബോധം പോയ ഇവളെ എടുത്ത് ടേബിളിൽ കിടത്തിയപ്പോ ഡോക്ടർ വന്ന് ഇവൾക്ക് ഡ്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ കൊടുക്കുന്നതായി കാണാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇവളെ നേരെ എടുത്തോണ്ട് പോയിരിക്കുന്നത് അകത്ത് സർജറിക്കുള്ള ടേബിളിലേക്കാണ്. 3/4 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന സർജറി ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയി തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചെത്തിയപ്പോ ഇവളുടെ സർജറി എല്ലാം കഴിഞ്ഞ് ആൾക്ക് ചെറിയൊരു ബോധം മാത്രമേ ഉള്ളൂ. ഡോക്ടറുടെ കയ്യിൽ നിന്നും മെഡിസിൻസ് വാങ്ങിയ ശേഷം ഇവളെ കൊണ്ട് നമുക്കിനി വീട്ടിലേക്ക് തിരിക്കാവുന്നതാണ്. നല്ല കെയർ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബോധം കറക്റ്റ് വീണിട്ടില്ലാത്ത ഇവളെ നമ്മൾ ഇന്ന് സിറ്റ് ഔട്ടിലാണ് കിടത്താൻ പോകുന്നത്. രാവിലെ കതക് തുറന്ന് നോക്കുമ്പോൾ ആശാത്തിക്ക് ബോധമൊക്കെ വന്ന് നല്ല മെഡിക്ക് കുട്ടിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ കൊടുക്കേണ്ട പെയിൻ കില്ലറും ടാബ്ലറ്റും നമ്മളൊരു മുട്ടയ്ക്കകത്ത് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ അളവിൽ പാലും കൂടി കൊടുത്ത ശേഷം ഇവളുടെ മുറിവിൽ ഓയിന്റ്മെന്റും കൂടി അപ്ലൈ ചെയ്യുവാണ്. 3500ഓളം ചെലവ് വരുമെങ്കിലും ഈ ഒരു സർജറി ചെയ്യുന്നത് പട്ടിയുടെ ഹെൽത്തിന് അത്യാവശ്യമാണ് കേട്ടോ.